നമസ്കാരം. കേരളത്തിൽ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് മലപ്പുറവും ഒന്ന് എറണാകുളവും. കഴിഞ്ഞ തവണ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് മലപ്പുറത്ത് നിന്നാണെങ്കിൽ രണ്ടാമത് സീറ്റ് കിട്ടിയത് എറണാകുളത്ത് നിന്നാണ്. മലപ്പുറത്ത് 16 സീറ്റും എറണാകുളത്ത് 14 സീറ്റും. കഴിഞ്ഞ തവണ 5ഓളം സീറ്റുകളിലാണ് എറണാകുളത്ത് യു ഡി എഫ് പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ എന്തായിരിക്കും സ്ഥിതി? ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറവും എറണാകുളവും നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണ്, 30 സീറ്റും പിടിച്ചത്. ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റുന്ന ഒരാൾ ആരാണ്? ജില്ലയുടെ കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ്. മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് ഒരു ധീരവീര പോരാട്ടം നടത്തുന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിനെ ശക്തമായി രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നു, യു ഡി എഫിനെ ശക്തമായ നിലയിൽ എത്തിച്ചു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14 മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷമാണ്. ഇത്തവണ ലോക്സഭാ ഇലക്ഷനെ പോലെ തന്നെയായിരിക്കും എറണാകുളം 14 മണ്ഡലത്തിലും വൻ വിജയം നേടുമെന്ന് മാത്രമല്ല, കൊച്ചിയിൽ അദ്ദേഹം പരാജയപ്പെടുമെന്ന് പറയുന്നത് കള്ളമാണ്. 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. അതോടൊപ്പം തന്നെ രാജീവ്, അതായത് മന്ത്രി രാജീവ് ദയനീയമായി പരാജയപ്പെടും കളമശ്ശേരിയിൽ നിന്ന്. അതോടൊപ്പം കുന്നത്തുനാടിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് LDF തോൽക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹവുമായി ഇന്ന് സംസാരിച്ച റെക്കോർഡ് ഫോൺ സംഭാഷണം ഞാൻ പുറത്തുവിടുകയാണ്. നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. പറ, എന്താണ് എറണാകുളത്തെ കുറിച്ച് പറയാനുള്ളത്? എറണാകുളം നമ്മൾ എല്ലാ സീറ്റും ജയിക്കും. CPM പറയുന്ന 5 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റ് അവർ ജയിക്കുന്നുള്ള പറയുന്നത്. ഒരു തരത്തിലും അത് അവരെ വ്യാജ കണക്കാണ്. അവരെ യോഗത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്താണ് അറിഞ്ഞ? യോഗത്തിലുണ്ടായത് അവര് തന്നെ നെഗറ്റീവാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇവര് സ്ഥാനാർത്ഥിമാരും മറ്റവരും റിപ്പോർട്ട് ചെയ്തത് അവ്യക്തമായിട്ട് അവർക്കൊരു ക്ഷീണം ഉണ്ടാകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു കണക്കാണ് അവതരിപ്പിച്ചത്. ക്ഷീണം ഉണ്ടാവരുത് എന്നുള്ള തരത്തിലുള്ള ഒരു കണക്ക് അവതരിപ്പിച്ച, അത്രേ ഉള്ളൂ. കൊച്ചിയിൽ താങ്കൾ 10,000 വോട്ടിന് തോൽക്കുമെന്നാണല്ലോ അവർ പറഞ്ഞത്. എന്താണ് പറയാനുള്ളത്? കൊച്ചിയില് എന്റെ ഇവിടെ കണക്ക് കൂട്ടിയ UDFന്റെ അവലോകന യോഗത്തിൽ കണക്ക് കൂട്ടിയത് 17,500 17,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുഹമ്മദ് ഷിയാസ് വിജയിക്കും കണക്ക് കൂട്ടിയത്. മിനിമം നമ്മള് അതിന്റെ ഒരു പകുതി, അതായത് 10, അതായത് ഒരു 5-നും 10-നും ഇടക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 5-നും 10-നും ഇടക്ക്. എന്റെ ഒരു കണക്ക് അതിനൊക്കെ അപ്പുറത്താണ്. അതിനപ്പുറത്താണ് എന്റെ ഒരു കണക്ക്. പക്ഷെ നമ്മള് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലല്ല. ഈ ഇവര് പറയുന്ന പ്രധാനപ്പെട്ട ജയിക്കൊന്നുമില്ല, മാക്സിമം ജയിക്കൊന്നുമില്ല. പ്രായമായ അമ്മച്ചിമാര് അവര് പറയുന്നത് ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് മറ്റേ പണ്ട് കാള മറ്റേ ഇതുണ്ടല്ല, ഇരട്ടക്കാള, ആ കാളയിൽ വോട്ട് ചെയ്ത് വന്ന പാരമ്പര്യമുള്ളവരാണ് ഞങ്ങള്. ഇനിയിപ്പൊ CPM വോട്ട് ചെയ്യാൻ പോവല്ലേ, അതും പിണറായി വിജയൻ. മോന് വല്ല ഭ്രാന്തും ഉണ്ട് എന്നും പറഞ്ഞ് അയ്യോ ഭീകരമായിരുന്നു. ഞാൻ പോയ സ്ഥലങ്ങളിൽ എന്താണെന്നറിയാമോ? കോൺഗ്രസ്സുകാരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പറഞ്ഞതുപോലെ കൈക്ക് ഞങ്ങൾ കാലങ്ങളായി കൈക്ക് വോട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ കോൺഗ്രസ് ആണ്, ഞങ്ങൾ കൈക്കേ വോട്ട് ചെയ്യുള്ളൂ. ഒന്ന് ധൈര്യപ്പെട്ട് പോയിക്കും. പിന്നെ LDFന് വോട്ട് ചെയ്ത് CPMന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവര് പറയുന്നത് ഇത്തവണ ഒരു മാറ്റം വേണം, ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ ശരിയാവൂല, അല്ലെങ്കിൽ ഇത് ആകെ തകർന്നു പോകും, ഒരു മാറ്റം അനിവാര്യമാണ്, മോൻ ധൈര്യപ്പെട്ട് പോയിക്കോ. ഇതാണ് ഉണ്ടായിരുന്ന അഭിപ്രായം. അത് ഭൂരിഭാഗം പറഞ്ഞത് സ്ത്രീകളാണ്. നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറുമ്പോ പുരുഷന്മാര് വീട്ടിലില്ലല്ലോ, സ്ത്രീകളല്ലേ വീട്ടിലുള്ളത്. അവരുടെ അഭിപ്രായമാണത്, ഒരു കുടുംബങ്ങളുടെ അഭിപ്രായമാണത്, സ്ത്രീകളുടെ മാത്രം അഭിപ്രായമല്ല. ഇപ്പൊ ഇത്തവണ 14-ൽ 14 താങ്കളുടെ ജില്ലയിൽ കിട്ടുന്നത്. യെസ്, 14-ൽ 14 സീറ്റും. അപ്പൊ രാജീവൊക്കെ തോറ്റ് തുന്നം പാടും. എത്ര വോട്ടിന് നോക്കും രാജീവ്? രാജീവൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 5 മുതൽ 8 വോട്ടിനിടക്ക് വരെ രാജീവ് തോക്കും. ഈ തൃപ്പൂണിത്തുറ എന്തായി തീരും? തൃപ്പൂണിത്തുറൊക്കെ നമ്മള് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിന്. ഈ മറ്റേ KN ഉണ്ണികൃഷ്ണൻ അവിടെ ജയിക്കുമെന്നും പറഞ്ഞിട്ട് പുള്ളി വല്ല അവകാശവാദമുണ്ട്. പുള്ളി പറഞ്ഞത് പുള്ളി മാത്രമേ ജയിക്കുള്ളൂ എന്നാണ് ജില്ലയിൽ, വേറെ ആരും ജയിക്കൂല എന്ന് പറയണം. രാജീവ് ഒരു തെറ്റു പോകുന്നതാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. പക്ഷെ ഉണ്ണി തോക്കൂടാ. ഉണ്ണി പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളില്ല, ഗ്രൂപ്പ് അവരുടെ ഇടയിലുള്ള തർക്കങ്ങളില്ല എന്നുള്ളതാണ്.
പക്ഷെ അവിടെ ഒരു നമുക്കൊരു ഹിന്ദു വോട്ടില് BJP ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വോട്ടൊക്കെ നമുക്ക് കിട്ടും. മറ്റേ ഇതില്ലാത്തത് കൊണ്ട്, BJP സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട്, താമര ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഇഴവ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു കൺസോൾട്ടേഷൻ അതെല്ലായിടത്തും ഉണ്ട്. കേരളം മുഴുവൻ ഉണ്ട് അത്. ഈ കുന്നത്തുനാട് നമ്മള് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സ്ഥലമാണ് അവിടെ. എന്തായിരിക്കും അവിടെ സജീവന്റെ കുന്നത്തുനാടൊക്കെ ഒരു 10-നും 15-നും ഇടയ്ക്ക് ചെയ്യും. ഓ, നല്ല ഭൂരിപക്ഷമായിരിക്കും. നല്ല ഭൂരിപക്ഷം. അപ്പൊ താങ്കൾ DCC പ്രസിഡന്റ് ആയിട്ടുള്ള എറണാകുളം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്? ഒരിക്കലും ഇല്ല. 14 കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ആണ്. 2020 ഏറ്റവും കൂടുതൽ വർക്ക് നടത്തിയ ഒരു സമയം പാർലമെന്റ് ഇലക്ഷനാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു ബെന്നി ബെഹനാനാണ് മത്സരിച്ചത്. അപ്പൊ അവര് പണം മുടക്കേണ്ടടുത്ത് പണം മുടക്കി, ആളിറക്കേണ്ടടുത്ത് ആളിറക്കി, കിറ്റ് കൊടുക്കേണ്ടടുത്ത് കിറ്റ് കൊടുത്ത് അവര് സകല പരിശ്രമവും നടത്തിയവര് അവിടെ ഒന്നാമതാകാൻ കുന്നത്തുനാട്. പക്ഷെ 6500 വോട്ടിന് UDF ബെന്നി ബെഹനാൻ ലീഡ് ചെയ്ത് കുന്നത്തുനാട്. അന്ന് അവന്റെ പതനം തുടങ്ങി. പാർലമെന്റ് ഇലക്ഷനിൽ 14 നിയോജകമണ്ഡലത്തിലും UDF ലീഡാണ്. എറണാകുളത്ത് ചരിത്ര ഭൂരിപക്ഷം 2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എറണാകുളം പാർലമെന്റിൽ. കോതമംഗലത്തും മൂവാറ്റുപുഴയും അതിന് മുമ്പത്തെ 2019 പാർലമെന്റ് ഇലക്ഷന്റെ അതേ ലീഡ് തന്നെ കിട്ടി നമുക്ക്. അതായത് എറണാകുളം UDFന്റെ പൊന്നാപുരം കോട്ടയാണെന്നുള്ളത് നിലനിർത്തുമെന്നാണ് പറയുന്നത്. അതെ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ 87% വിജയം. 1667 പേരാണ് ഞങ്ങളുടെ ലോക്കൽ ബോഡി അംഗങ്ങൾ 2220. അപ്പൊ അത്രം ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഫീൽഡിൽ ഇറങ്ങി. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇലക്ഷൻ വർക്ക്. നമ്മൾ അവർക്ക് കൊടുത്ത ഡയറക്ഷൻ അവർക്ക് ഇനി 100 വോട്ടാണോ 200 വോട്ടാണോ ഭൂരിപക്ഷം, അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ നമുക്ക് അവിടെ UDF സ്ഥാനാർത്ഥിക്ക് വാങ്ങി കൊടുക്കണമെന്നുള്ളതായിരുന്നു. ചരിത്ര ഭൂരിപക്ഷമാണ് UDFന് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അപ്പൊ നമ്മൾ പ്രവചിച്ചിരുന്നതാണ്. അതും ലോക്കൽ ബോഡി ജനങ്ങളെ നോക്കി മാത്രം വോട്ട് ചെയ്തതല്ല, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധ വോട്ട് കൂടിയായിരുന്നു ലോക്കൽ ബോഡി. അപ്പൊ ഈ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിനെതിരായി വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ആ അവസരം ജനങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. അപ്പൊ അതുകൊണ്ടാണ് ഒരു 4000 മുതൽ 6000 വോട്ട് വരെ എല്ലാ സ്ഥലത്തും. കൊച്ചിയിൽ മാത്രം 5000-ഓളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 3000 ചില്ലാൻ സ്ത്രീകളുടെ വോട്ടാണ് കൂടുതൽ. 3000 ചില്ലാൻ വോട്ട്. വീട്ടിലിരിക്കുന്ന കുടുംബിനികളായിട്ടുള്ള സ്ത്രീകള് ഈ സർക്കാരിന് എതിരാണ്, ഭീകരമായി എതിരാണ്. അപ്പൊ അവരുടെ വോട്ട് ഭൂരിഭാഗം വോട്ടും UDFനാണ് ഇത്തവണ കിട്ടുക. അത് രാഷ്ട്രീയം നോക്കിയിട്ടോ ആളെ നോക്കിയിട്ടോ അല്ല, ജനങ്ങളുടെ പ്രതിഷേധ വോട്ട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അസസ്മെന്റ് പറയുന്നത്. പിന്നെ നമുക്ക് ഫീൽഡിൽ പോയി, ഇപ്പൊ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, DC പ്രസിഡന്റ് മാത്രമല്ല, നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് നേരിട്ട് കിട്ടുന്ന ഒരു ഫീൽ അതാണ്. ഈ CPM അണികളിൽ എത്രമാത്രം ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും? CPM അണികള് എനിക്ക് തോന്നുന്നത് ഒരു 10 to 20% CPM അണികൾ നമുക്ക് വോട്ട് ചെയ്യും. എന്തൊക്കെ കാലങ്ങളായി CPMന് വോട്ട് ചെയ്യുന്ന ഇടതനുഭാവികളായിട്ടുള്ള CPM ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് വോട്ട് ചെയ്യുന്നതാണ്. 10 to 15% തോൽവിയായിരിക്കും അവർക്ക് ഉണ്ടാകുക. ഈ താങ്കള് പിന്നെ ഈ ഫീൽഡിൽ കംപ്ലീറ്റ് പഠിച്ചത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജനങ്ങളിടയിൽ ഉണ്ടായിരുന്നത് ഈ ഗവൺമെന്റിനെതിരെയുള്ളത്? ഈ ഗവൺമെന്റ് തുടർ ഭരണം കിട്ടിയിട്ട് ഒന്ന് മുഖ്യമന്ത്രിയോടുള്ള അമിതമായിട്ടുള്ള എതിർപ്പ്. വെറുതെ എതിർപ്പല്ല, മുഖ്യമന്ത്രിയോട് ഒരു വല്ലാത്ത എതിർപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. ഒന്ന്, ഒരു 10,000 പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ള പുള്ളിയുടെ യാത്ര, ധാർഷ്ട്യം നിറഞ്ഞ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം, പോലീസിന്റെ വടിവെട്ടുള്ള പ്രവർത്തനം, പ്രതിഷേധിക്കുന്നവരെ ക്രൂരമായി ആക്രമിക്കുന്നു, റോഡുകളിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു, കറുത്തുടുപ്പിട്ട ആളുകളെ വഴിവക്കിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു, അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു. അപ്പൊ ഒരു വല്ലാത്ത രീതിയിൽ ഈ സർക്കാരിന്
ആഭ്യന്തര വകുപ്പ് ദുരുപയോഗം ചെയ്തു മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്കിടയിലുണ്ട്. രണ്ടാമത്തേത് ഈ പറയുന്ന BJP ഈ ഇത്ര അഴിമതിയും ഈ മറ്റേ അമ്പലം കൊള്ള നടത്തി അയ്യപ്പന്റെ സ്വർണം കട്ടുകയെല്ലാം ചെയ്തിട്ടും അവരെ സംരക്ഷിച്ചത് ഇവര് കൂട്ടുപ്രതി ആയതുകൊണ്ടാണ്. പാർട്ടിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്ത് പോലും സസ്പെൻഡ് ചെയ്യാത്തത് പോലും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അഴിമതി, എല്ലാ തലങ്ങളിലുള്ള അഴിമതി, പിന്നെ സർക്കാരില്ലായ്മ ഉണ്ട്. ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ഈ പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോമിനലായി കൂട്ടിയത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ കഴിഞ്ഞ തവണ കിറ്റ് തന്ന് ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ചവര് ഇത്തവണ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റ് പെൻഷനുകളൊക്കെ നിസ്സാരമായ പൈസ കൊടുത്ത് ജനങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. അതാണ് ലോക്കൽ ബോഡിയിൽ എഫക്ട് ചെയ്തത്. അത് ഭീകരമായി എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനം ഭീകരമായി നടക്കുന്നു എന്നുള്ളത് ജനത. അപ്പൊ പാർട്ടിക്കാരെ മാത്രമാണ് നിയമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ SFIക്കാര് പരീക്ഷ എഴുതാതെ പാസ്സാകുന്നു, അവർക്ക് ഉയർന്ന മാർക്ക് വാങ്ങി കൊടുക്കുന്നു. ഈ പറഞ്ഞതുപോലെ ജനം നമ്മുടെ പിള്ളേര് നന്നായി പോയി പഠിച്ച് പരീക്ഷ എഴുതിയാലും അവരെക്കാൾ കൂടുതൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നത് ഒരക്ഷരം പഠിക്കാതെ പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകുന്ന SFIക്കാരാണ്. അപ്പൊ എല്ലാ തലത്തിലും പാർട്ടിയാണ് എന്നുള്ള ഒരു ഫീൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരം, അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള ആശാവർക്കർമാരെ, അംഗൻവാടി, ഈ തൊഴിലുറപ്പ് തൊഴിലാളികള്, അതുപോലെ തന്നെ ഈ മറ്റേ ഈ സ്കൂളുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആയമാര്, അവരുടെ ഒന്നും ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുന്നത് വലിയ പ്രതിഷേധം. സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചു. അത് സർക്കാർ ജീവനക്കാർക്ക് ഇടക്കുണ്ടാക്കിയ ഒരു അസഹിഷ്ണുത ചെറുതല്ല. അത് അവര് ഭീകരമായി ആഞ്ഞടിക്കും, ഭീകരമായിട്ട്. അവരൊരു ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് അവരുടെ സർക്കാർ ജീവനക്കാരുടെ. ഈ സർക്കാർ മാറും, ഉറപ്പായിട്ടും മാറും എന്നുള്ളത്. ഇത്തരത്തിൽ എല്ലാ വിഭാഗം ആളുകളെ, ചെറുപ്പക്കാരെ ആരും ഇവിടെ ഇല്ല, എല്ലാവരും നാട് വിട്ടു പോകുന്നു. ചെറുപ്പക്കാർക്കെതിരാണ്. റോഡിലിറങ്ങിയ ബൈക്ക് പിടിക്കുക, ഫൈൻ അടക്കുക, ഹെൽമറ്റ് ഇല്ല, മറ്റതില്ല, മറിച്ചതില്ല. അപ്പൊ ഒരു വല്ലാത്ത അസഹിഷ്ണ. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അവസാനത്തെ ഈ വണ്ടി മോഡിഫൈ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, വണ്ടി മോഡിഫൈ ചെയ്യുന്ന സംഭവം, അതിനകത്ത് പിള്ളേരുടെ ഒരു ഭയങ്കരമായി, അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവാത്ത പിള്ളേര് സെറ്റ് ഉണ്ടല്ലോ, ഏകദേശം 50 ലക്ഷത്തിലും മേലെ ആൾക്കാർ കണ്ടു എന്നല്ലേ? അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി ഇമ്പാക്ട് ചെറുതല്ല. അത് നമ്മൾ ഇൻസ്റ്റയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ചെറുപ്പക്കാരുടെ ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കിൽ അത് കാണാൻ പറ്റില്ല. ഇൻസ്റ്റയിൽ ഭീകരമായി പ്രതിപക്ഷ നേതാവിന്റെ ആ സാധനം ഓടി. അപ്പൊ പിള്ളേരുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സാധനം ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നേതാവാണ് വരുന്നത് എന്നുള്ളൊരു ഫീല് പബ്ലിക്കിനടക്കം പിള്ളേർക്ക്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് അടക്കമുണ്ട്. അത് നമുക്ക് നന്നായി ഗുണം ചെയ്യും ആ സാധനമൊക്കെ. എന്തായാലും താങ്കൾ വളരെ സന്തോഷവാനായിട്ടാണ് കാണുന്നത്. എറണാകുളത്ത് ആയിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്നും കരുതാം അല്ലേ? അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ്. ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഒരു വിവാദത്തിലില്ല. കേട്ടാ? ഓക്കെ, താങ്ക് യു.